നമസ്കാരം. ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും കഴിഞ്ഞ ദിവസം ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ കേന്ദ്രീകരിച്ചിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അമേരിക്കയും ഇറാനും തമ്മിൽ മുഖാമുഖം നിന്നിരുന്ന കഴിഞ്ഞ ഒന്നൊന്നര മാസം ആ ഒരു അവസ്ഥയ്ക്ക് ഒരു ആണവ കരാറിലൂടെ ഇറാൻ അമേരിക്ക ന്യൂക്ലിയർ ഡീലിലൂടെ പരിഹാരം കണ്ടെത്താനാവുമോ എന്ന ചിന്തയിലായിരുന്നു ലോകം. കരാർ സാധ്യമായിട്ടില്ല. അതേസമയം ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആത്മവിശ്വാസവും പുരോഗതിയും എല്ലാം തന്നെയാണ് പൊതുവെ പ്രകടിപ്പിക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അത്രയധികം അനുകൂലമായ ഒരു തീരുമാനമല്ല വന്നത്. അല്ല എങ്കിൽ ആ വാക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഗാർഡഡ് ഒരു അപ്രോച്ചാണ് അമേരിക്ക. അതുമാത്രമല്ല, ഇറാനെതിരെ വലിയ തോതിൽ വീണ്ടും സാമ്പത്തിക എണ്ണ ഉപരോധം തുടരും എന്ന ഒരു സൂചന കൂടിയാണ് നൽകുന്നത്. അതുകൊണ്ട് ഇന്നലെ എത്തിച്ചേർന്ന ഒരു ധാരണ, അതായത് ഒന്നാം റൗണ്ട് ചർച്ച കഴിഞ്ഞപ്പോൾ എത്തിച്ചേർന്ന ചില ധാരണകൾ, അതെന്താവാം, അതിൻ്റെ ഫലം എന്താവാം മുന്നോട്ടുള്ള ഗതി, ഇതൊക്കെയാണ് പരിശോധിക്കുക എന്നതാണ് ഈ വീഡിയോയുടെ പ്രധാന ഇതിവൃത്തം. ഒരു ക്രിട്ടിക്കലായിട്ട് തന്നെ അതിൻ്റെ ഒരു നാൾവഴികൾ പരിശോധിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിൻ്റെ കറക്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ, ഈ ചർച്ചയുടെ ഡൈനമിക്സ് ഒന്ന് പരിശോധിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ചർച്ച ചെയ്തോ എന്നാണ് ചോദ്യമെങ്കിൽ ചെയ്തിട്ടില്ല. സറോഗേറ്റ് മെത്തേഡാണ്. അതേസമയം മധ്യസ്ഥൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. മധ്യസ്ഥ രാജ്യമുണ്ടായിരുന്നു. പക്ഷേ മധ്യസ്ഥ രാജ്യത്തിൻ്റെ അഭിപ്രായം പരിഗണിക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെയെങ്കിൽ എന്താണ് രീതിശാസ്ത്രം? ആ രീതിശാസ്ത്രം ഇതാണ്. ആദ്യം ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന ഡെലിഗേറ്റ്സും ഈ ആതിഥേയ രാജ്യമായ ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയോട് അവരുടെ ആശങ്കകൾ പറയുന്നു, അവരുടെ താല്പര്യങ്ങൾ പറയുന്നു, അവരനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളെക്കുറിച്ച് പറയുന്നു, അവരുടെ വിട്ടുവീഴ്ചയ്ക്കുള്ള ചില തയ്യാറെടുപ്പുകളെക്കുറിച്ച് പറയുന്നു. എന്തെല്ലാം മാറ്റങ്ങളാണ് സ്വാഭാവികമായി ഇറാനിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നത്? ഇറാൻ എന്തുകൊണ്ട് ഒരു വിപത്തല്ല? ഇങ്ങനെയുള്ള കാര്യങ്ങളാവുമല്ലോ. ഇറാൻ്റെ ആണവ പദ്ധതി കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഒരുപക്ഷെ ആണവ പദ്ധതി ചെറിയ കാലത്തേക്ക് നിർത്തിവയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഇറാൻ കൃത്യമായി പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയായിരുന്നു പ്രതീക്ഷ. അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ആണവ പദ്ധതി, അതായത് യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്താൻ ഇറാൻ തയ്യാറല്ല. അതേസമയം അതിൻ്റെ തോത് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതുമാത്രമല്ല, സമാധാനപരമായ ആവശ്യത്തിന് വേണ്ടി മാത്രമേ, ഊർജ ഉത്പാദനത്തിന് വേണ്ടി മാത്രമേ ഇതുപയോഗിക്കൂ എന്ന് ഉറപ്പ് നൽകാനും സാധിക്കും. അതല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും തങ്ങൾക്ക് ഇപ്പോൾ പരിഗണിക്കാനാവില്ല. അതായത് മറ്റു വിഷയങ്ങളെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രധാനമായും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ ഇതൊന്നുമല്ല. ആണവം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം മാത്രമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് മിസൈൽ ശേഖരം. ഇറാൻ്റെ കൈവശമുള്ള വൻപൻ മിസൈൽ ശേഖരം കുറച്ചുകൊണ്ട് വരികയോ അതിൻ്റെ പ്രഹരശേഷി കുറയ്ക്കുകയോ റേഞ്ച് കുറയ്ക്കുകയോ അത് ചില നിരീക്ഷണങ്ങൾക്കുമൊക്കെ വിധേയമാക്കുകയോ ഒക്കെ ചെയ്യുക എന്നതാണ്. അക്കാര്യത്തിൽ ഒരു തീരുമാനവുമില്ല. അക്കാര്യത്തിൽ ഇറാൻ്റെ പ്രതിനിധികൾ യാതൊരു രീതിയിലും ഒരു ഉറപ്പും ഒമാൻ്റെ വിദേശകാര്യമന്ത്രിക്ക് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്, ഹൂതികളെയും ഹിസ്ബുള്ളയെയും ഹമാസിനെയും ഒക്കെ സഹായിക്കുന്ന ഇറാൻ്റെ ഒരു പ്രോക്സി നയം, ആ പ്രോക്സി നയത്തെക്കുറിച്ച് ഒരു ചർച്ച പോലും ഇറാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഇറാൻ്റെ നിലപാട്. ആ നിലപാട് ഇറാൻ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കാനാണ് സാധ്യത. അതുപോലെ ഇറാൻ്റെ ഫിസൈൽ മെറ്റീരിയൽ, അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവശമുണ്ടല്ലോ, അത് കൈവശം വെക്കാൻ പാടില്ല, അത് മറ്റു രാജ്യത്തേക്ക് മാറ്റണം എന്ന് പറയുന്ന ആ ഒരു നിർദ്ദേശം അതും അംഗീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് കൃത്യമായി ഇറാൻ്റെ ആണവ പദ്ധതി ലേശം സ്കെയിൽ ഡൗൺ ചെയ്യുക എന്നതിന് ഉപരിയായി മറ്റ് രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയാകാത്ത രീതിയിൽ കുറച്ച് ടോൺ ഡൗൺ ചെയ്യുക എന്നതല്ലാതെ മറ്റൊരു കാര്യത്തിനും തയ്യാറല്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് അമേരിക്കൻ പ്രതിനിധികളെ ഇൻഡയറക്റ്റായി ഒമാൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണല്ലോ രീതി. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ഇതെല്ലാം കേൾക്കുന്നു, അമേരിക്കൻ പ്രതിനിധികളോട് ഇതെല്ലാം പറയുന്നു, അമേരിക്കൻ പ്രതിനിധികൾക്ക് കേൾക്കാനുള്ളതെല്ലാം അദ്ദേഹം കേൾക്കുന്നു. ഒമാൻ്റെ വിദേശകാര്യമന്ത്രി അമേരിക്കയിൽ നിന്ന് കേട്ടതൊക്കെ എന്തൊക്കെയാണ്? അമേരിക്കയിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങൾ, സമാനമായ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് അമേരിക്കൻ പൊസിഷൻ ഞാൻ പറഞ്ഞല്ലോ. അതിനുപരിയായി ഇറാൻ്റെ ജനത വലിയ രീതിയിൽ സമ്മർദ്ദം അനുഭവിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസ് അവിടെ നടക്കുന്നു. ഇറാൻ്റെ ജനതയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ പ്രക്ഷോഭം തുടരൂ, നിങ്ങൾ ഫ്രീഡം അർഹിക്കുന്നു, യു ആർ എ ഗ്രേറ്റ് സിവിലൈസേഷൻ, യു ആർ എ ഗ്രേറ്റ് പീപ്പിൾ, ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിന് വന്നുകൊണ്ടേയിരിക്കുന്നു.
ആ വന്നുകൊണ്ടേയിരിക്കുന്നത് വലിയ പടപ്പുറപ്പാടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏതാണ്ട് 35,000-ഓളം പേർ ഒന്നുകിൽ തടവിലാവുകയോ വധിക്കപ്പെടുകയോ ചെയ്തു എന്നാണ് അനൗപചാരിക കണക്ക്. ഔപചാരിക ഇറാൻ പുറത്തുവിട്ട ഔപചാരിക കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് 5,000-നും 6,000-നും ഇടയിൽ പേർ അവിടെ കൊല്ലപ്പെട്ടിരിക്കാനുള്ള സാധ്യതയാണുള്ളത്. അനേകർ തടവിലായിട്ടുണ്ട്. ഇവരുടെയൊക്കെ മനുഷ്യാവകാശം ആരാണ് നോക്കുന്നത്? അമേരിക്കയ്ക്ക് ഇത് വെറുതെ പറഞ്ഞാൽ മതിയാകും. അതുകൊണ്ട് അമേരിക്ക ഇറാൻ ജനതയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അതൊരു റെറ്ററിക്കാണ്, അതൊരു പൊസിഷനിങ് ആണ്, അതൊരു ഐ വാഷാണ്. അല്ലാതെ ഇറാൻ ജനതയോട് ലേശമെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടാണോ? അമേരിക്കയുടെ ആത്യന്തികമായ വ്യാപാര താല്പര്യങ്ങൾ, അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ്, അമേരിക്കയുടെ സഖ്യരാജ്യമായ ഇസ്രയേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം എന്ന് തന്നെയാണല്ലോ അമേരിക്കയുടെ ആഗ്രഹം. അമേരിക്ക അതിനുള്ള ശക്തിയുണ്ട്, അതുകൊണ്ടാണല്ലോ മിലിറ്ററി ബിൽഡപ്പ് ഉള്ളത്. അതുകൊണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളതെല്ലാം പറഞ്ഞു വെച്ചു. എന്നാൽ രണ്ട് കൂട്ടരും പറയാനുള്ളത് കേട്ടു. അതുകൊണ്ട് ഒന്നാം റൗണ്ട് ചർച്ചകൾ അവസാനിച്ചു. അപ്പോൾ ഇറാൻ ഇപ്പോൾ പറയുന്നത് എ ഫ്രെയിം വർക്ക് ഈസ് റെഡി ഫോർ ഫ്യൂച്ചർ നെഗോസിയേഷൻ, അതായത് ഭാവി ചർച്ചകൾക്കുള്ള ഒരു ബ്ലൂ പ്രിൻറ്റ് ഫ്രെയിം വർക്ക് റെഡിയായി. കാരണം എന്തെല്ലാം അജണ്ട ഐറ്റംസാണ് യഥാർത്ഥത്തിൽ മ്യൂച്വലി എഗ്രി ചെയ്യാവുന്നത് എന്നതിനെക്കുറിച്ച് പോലും തീരുമാനമില്ലായിരുന്നല്ലോ. ഇപ്പോൾ ഏതാണ്ട് ധാരണയായി ഇന്ന വിഷയങ്ങൾ അടുത്ത റൗണ്ട് ചർച്ചയ്ക്ക് വേണ്ടി പോകാം. ഇനി അടുത്ത റൗണ്ട് ചർച്ച ആരുടെ ആവശ്യം? നോക്കൂ, അമേരിക്ക വൻപൻ സൈനിക സന്നാഹം അവിടെ തുടർച്ചയായി നിലനിർത്തുന്നത് അമേരിക്കയ്ക്ക് വലിയ ചിലവുള്ള കാര്യമാണ്. അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് അറബ് രാജ്യങ്ങൾക്കും അത് ചിലവുള്ളൊരു എക്സർസൈസാണ്. അതുമാത്രമല്ല, ഒരു സന്നിഗ്ധ ഘട്ടം അവിടെ വരികയാണ്. ഇത് തീർച്ചയായും അമേരിക്കയ്ക്കൊരു കൃത്യമായ ഒരു സമയക്രമത്തിൽ ഈ വിഷയം പരിഹരിക്കണം, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ അത് പരിഹരിക്കണം. ഒന്നുകിൽ യുദ്ധം, അല്ലെങ്കിൽ ഒരു ആൾട്ടിമേറ്റ് കരാർ. അത് ദീർഘകാലം തുടരുന്ന ഒരു പ്രക്രിയയാകാൻ സാധ്യമല്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട്. അതുമാത്രമല്ല, 6ാം റൗണ്ട് ചർച്ചയാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ 5 റൗണ്ടുകൾ എവിടെയാണ്? ഈ 5 റൗണ്ടുകൾ കഴിഞ്ഞ വർഷമായിരുന്നു. 2025 4-5 റൗണ്ട് ചർച്ചകൾ ഒമാനിൽ വെച്ച് മധ്യസ്ഥതയിൽ ഇതുപോലെ നടന്നതാണ് ആണവ വിഷയത്തിൽ. അതൊരു പ്രത്യേക ഘട്ടത്തിലെത്തിയപ്പോഴാണ് 12 ദിവസത്തെ യുദ്ധം സംഭവിക്കുന്നത് ഇറാനും ഇസ്രയേലും തമ്മിൽ. ആ യുദ്ധത്തിൻ്റെ ക്ലൈമാക്സിൽ അമേരിക്കൻ B-2 ബോംബേഴ്സ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ബോംബ് ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അത് എന്നെ കേൾക്കുന്ന എല്ലാവരും അതിനെക്കുറിച്ച് അറിയാവുന്നവരും ആയിരിക്കണം. അതുകൊണ്ടാണ് ഇതിപ്പം അന്ന് നിർത്തിവെച്ച കരാർ തുടരുന്നു. അതുമാത്രമല്ല, ഇതൊരു ദീർഘകാല കരാറിൻ്റെ ഭാഗമാണ്. ഒബാമ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് 2015 എത്തിച്ചേർന്ന ഒരു ധാരണ. ആ ധാരണ 3 വർഷത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന് 2018 ആയപ്പോൾ ആ ധാരണയിൽ നിന്ന് പിന്മാറി. അമേരിക്ക ഏകപക്ഷീയമായി ഇറാൻ അമേരിക്ക ന്യൂക്ലിയർ ഡീലിൽ നിന്നും പിന്മാറുകയാണ് ചെയ്തത്. പിന്മാറിയ അമേരിക്ക എന്തിനാണ് വീണ്ടും ഒരു ആണവ കരാറിൽ? അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ ഉദ്ദേശശുദ്ധി, അമേരിക്കയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ന്യായമായ സംശയം തോന്നുന്നത്. അതുകൊണ്ട് ഇനി വരാൻ പോകുന്നത് എന്താണ്? യഥാർത്ഥത്തിൽ അമേരിക്ക കൗണ്ടർ ചെയ്യുന്നത് ആരെയാണ്? ഇറാനെയാണോ? ഇറാൻ്റെ ഭരണകൂടത്തെയാണോ? ഇപ്പോൾ ഭരണകൂടം അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാൻ തയ്യാറാണ് എങ്കിൽ അമേരിക്കയ്ക്ക് തീർച്ചയായും ഒരു കരാറിൽ എത്തിച്ചേരാൻ കഴിയും. കാരണം നോക്കൂ, വെനിസ്വേലയിൽ എന്താണ് നടന്നത്? വെനിസ്വേലയിൽ നിക്കോളാസ് മഡൂറോയെ പുറത്താക്കി. ഭാര്യയെയും അദ്ദേഹത്തെയും നിക്കോളാസ് മഡൂറോയെയും തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ വിചാരണ ചെയ്യുന്നു. എന്നാൽ മഡൂറോയുടെ ഡെപ്യൂട്ടിയായ ഒരാളെയാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്നോർക്കണം. അതിനർത്ഥം എന്താ? മുൻകൂട്ടി തന്നെ അമേരിക്ക ഇവരുമായി ചില ധാരണയിൽ ഏർപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് എന്താണ്? അങ്ങ് പ്രവാസത്തിലുള്ള, അങ്ങ് സ്വീഡനിലുള്ള നൊബേൽ സമാധാന സമ്മാന നേതാവ്, അവിടുത്തെ പ്രതിപക്ഷത്തെ പ്രധാന മുഖം, അവർ നൊബേൽ സമാധാനം ട്രംപിന് വേണ്ടി പറഞ്ഞു വെച്ചിരുന്ന നൊബേൽ സമ്മാനം റാഞ്ചിക്കൊണ്ടുപോയ വെനിസ്വേലക്കാരി പ്രതിപക്ഷ നേതാവ്, അവർ തിരിച്ചു വരും, അവരെ അധികാരമേൽപ്പിക്കും അമേരിക്കയുടെ സഹായത്തോടു കൂടി എന്നൊക്കെയല്ലേ കരുതിയിരുന്നത്? അങ്ങനെയൊന്നുമല്ല. പുതിയ ഭരണകൂടം, മഡൂറോയുടെ ഡെപ്യൂട്ടി, അന്നത്തെ വൈസ് പ്രസിഡന്റ് ഇപ്പോൾ പ്രസിഡൻ്റായി മാറി. അവർക്ക് അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാവുന്നിടത്തോളം കാലം, അമേരിക്കൻ താല്പര്യം എന്ന് പറഞ്ഞാൽ എണ്ണ താല്പര്യം എന്ന് വായിച്ചെടുക്കുക. വെനിസ്വേലയിൽ അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു ഭരണമാറ്റമൊന്നും ഉണ്ടായില്ല. ഇവിടെ ഭരണമാറ്റം എന്ന് പറഞ്ഞാൽ ഒരാളെ മാറ്റി അയാളുടെ ഡെപ്യൂട്ടിയെ ഇരുത്തി. ഇറാനിലും അതുപോലെയാണോ പ്ലാൻ ചെയ്യുന്നത്? അയത്തുള്ള അലി ഖൊമേനി വഴങ്ങാൻ തയ്യാറാണെങ്കിൽ, മസൂദ് പെസഷ്കിയാൻ വഴങ്ങാൻ തയ്യാറാണെങ്കിൽ, IRGC വഴങ്ങാൻ തയ്യാറാണെങ്കിൽ എന്തുകൊണ്ട് മാറ്റമായിക്കൂടാ? എന്തുകൊണ്ട് അവർ സ്വല്പം വഴങ്ങുന്നു? അമേരിക്കൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. അമേരിക്കൻ ഓയിൽ കമ്പനികളെ വൻതോതിൽ ഇറാനിൽ അനുവദിക്കുന്നു. ഇറാൻ്റെ ദേശസാൽകൃത ഓയിൽ നയം മാറ്റുന്നു.
ഇങ്ങനെയൊക്കെയുള്ള തീരുമാനമാണ് വരുന്നതെങ്കിലും നമുക്ക് അത്ഭുതപ്പെടാനാവില്ല. കാരണം അതുകൊണ്ട് ആണവെന്നൊക്കെ പറയുന്നത് പൊതുവെയുള്ള ഒരു ഐവാഷായി വേണമെങ്കിൽ കാണാം. ആത്യന്തികമായി ഇറാൻ ഒരു ആണവശക്തിയാകുന്നതിന് അമേരിക്കയോ ഇസ്രയേലോ അറബ് രാജ്യങ്ങളോ അംഗീകരിക്കുന്നില്ല. അവരുടെ ഒരു ആത്യന്തിക സുരക്ഷാ ഭീഷണിയാണ്. അപ്പോൾ അത് കുറച്ചുകൊണ്ട് വരണം. അതിനുപരിയായി ആണവ ചർച്ചയിൽ മാത്രം ഇത് ഒതുങ്ങില്ല എന്നാണ് എൻ്റെ പക്ഷം. മറ്റ് വിഷയങ്ങൾ കൂടി അമേരിക്ക നിർബന്ധപൂർവം ഒരു ട്രീറ്റിയുടെ ഭാഗമായി കൊണ്ടുവരാൻ ശ്രമിക്കും. ഇറാൻ അത് അംഗീകരിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് നിസ്സഹകരണമുള്ളതുകൊണ്ട് ഇതാ തങ്ങൾ ബലം പ്രയോഗിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു എന്ന് അമേരിക്ക പറയാൻ സാധിക്കും. ഇനി അതല്ല എങ്കിൽ ഇറാൻ ബുദ്ധിപൂർവ്വം കളിക്കുകയാണെങ്കിൽ, അത് വിത്തിൻ കോഴ്സ് കളിക്കുക എന്നാണ് പറയുക. ഇറാൻ്റെ നെഗോഷിയേറ്റേഴ്സിന് വലിയ പരിചയമുണ്ട്, മുൻ പരിചയമുണ്ട്. അബ്ബാസ് അറാക്ചിക്ക് ഉൾപ്പെടെ വൻപൻ പരിചയമുണ്ട്. ഇറാൻ്റെ ഒരു സ്ഫുടം ചെയ്തെടുത്ത ഒരു സംവിധാനമാണ് അവിടെ. അവരുടെ മനുഷ്യാവകാശ ലംഘനമൊക്കെ ഒരു വശം നടക്കുന്നു. പക്ഷേ ഇറാനിയൻ ഡിപ്ലോമസി എന്ന് പറയുന്നത് വളരെ ടാക്ട്ഫുള്ളാണ്. അവരെ അനുസരിച്ച് ഇപ്പോൾ തൽക്കാലം സ്വല്പം പതുങ്ങി നിൽക്കുക, താണു കൊടുക്കുക, ഒരു യുദ്ധം, ഇമ്മിനൻ്റായ യുദ്ധം ഒഴിവാക്കിയെടുക്കുക, സൈലൻ്റായി കൺസോളിഡേറ്റ് ചെയ്യുക, ഫർദർ ബിൽഡ് ചെയ്യുക, രഹസ്യമായി ആണവ പദ്ധതി ഉൾപ്പെടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് ഇത്. യു ഹാവ് ടു ലിവ് ടു ഫൈറ്റ് അനദർ ഡേ അനദർ വാർ, അല്ലേ? അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഓപ്ഷനാണോ? 2 സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് 1 സ്റ്റെപ്പ് പിന്നോട്ട് പോകുന്നതും ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇപ്പോൾ വളരെ പോസിറ്റീവായി അബ്ബാസ് അറാക്ചി ഈ വാചകങ്ങൾ പറഞ്ഞത്, ഈ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് എന്നതിനെക്കുറിച്ചും ന്യായമായ സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വഞ്ചി തിരുനക്കര തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് യുദ്ധമുണ്ടാവില്ല എന്ന് തീർത്തു പറയാനാവില്ല. എന്നാൽ കരാർ എന്നത് ഒരു യാഥാർത്ഥ്യമാകുമെന്ന് ഇപ്പോൾ സൂചനയൊന്നുമില്ല. ഇനിയും ഏറെ റൗണ്ടുകൾ നെഗോസിയേഷൻസ് ഉണ്ടാകുമോ, അതോ ഈ നെഗോസിയേഷനിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്ന നെഗോസിയേഷനെ ഒരു പ്രഹസനമാക്കി മാറ്റിക്കൊണ്ട് യുദ്ധത്തിനുള്ള പടപ്പുറപ്പാടിലേക്കാണോ നീങ്ങുന്നത്? ഇപ്പോൾ ഉള്ള അനുകൂലമായ സാഹചര്യം, വിത്തിൻ കൊട്ടേഷൻ അനുകൂലം ആർക്കാണ്? ഇസ്രയേലിനും അമേരിക്കയ്ക്കും അനുകൂലമായ സാഹചര്യം ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് ഇരിക്കുമ്പോൾ നടന്നു. ട്രംപിന് ശേഷം വരുന്നൊരു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ പോലെ ഒരു സമാധാനവാദിയാണ് പ്രസിഡൻ്റായി വരുന്നതെങ്കിൽ ഇസ്രയേലിൻ്റെ ആഗ്രഹം നടക്കുമോ? നടക്കില്ല. അതുകൊണ്ട് ഒരു ഇച്ഛാശക്തിയുള്ള ഒരു പ്രസിഡന്റ്, അദ്ദേഹം വികടനായിരിക്കാം, കോമാളി വേഷം കിട്ടുന്നയാളായിരിക്കാം, സ്വല്പം ചൂടനായിരിക്കാം, പക്ഷേ ഒരു കാര്യം നടത്തിയെടുക്കാൻ ട്രംപിന് സാധിക്കും. അതാണ് ഒരുപക്ഷെ ഇസ്രയേൽ അമേരിക്ക ഒരു അച്ചുതണ്ട് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരുപക്ഷെ ഇത് യുദ്ധമില്ലാതെ തന്നെ അമേരിക്ക ആഗ്രഹിക്കുന്നതും ഇസ്രയേൽ ആഗ്രഹിക്കുന്നതുമായ ഗ്യാരൻറ്റീസ്, ഇത് ഗ്യാരൻറ്റീസിൻ്റെ കാര്യമാണ്. വെറും ഗ്യാരൻറ്റീസ് അല്ല, വാക്കുകൊണ്ട് ഗ്യാരൻറ്റീസ് അല്ല, അതുമായി ബന്ധപ്പെട്ട ടാഞ്ചിബിളായ ചില നീക്കുപോക്കുകൾ, റിഡക്ഷൻ ഉണ്ടാവണം. അത് ക്വാണ്ടിഫയബിൾ ആകണം, മെഷറബിൾ ആകണം. അങ്ങനെയുള്ള ഒബ്ജക്റ്റീവായ ചില സ്കെയിലിംഗ് ഡൗൺ ഉണ്ടായി എങ്കിൽ യുദ്ധമില്ലാതെ പര്യവസാനിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് സമാധാനത്തിന് ഒരു ചാൻസ് കൊടുക്കൂ എന്ന മുറവിളി അമേരിക്ക കേട്ടിരിക്കുന്നു, ഇറാൻ കേട്ടിരിക്കുന്നു. ഗിവ് പീസ് എ ചാൻസ്, അത് കൊടുത്തിരിക്കുന്നു. ആ ചാൻസ് കൊടുത്തു എന്നതുകൊണ്ട് ആ ചാൻസ് എഴുതി ജയിക്കണമെന്നില്ല രണ്ട് ഭാഗവും. അതുകൊണ്ട് നമുക്ക് ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് തന്നെയാണ് തുടർ ചർച്ചകളെയും കാണേണ്ടത്.